നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വഖഫ് ബോർഡ് നിയമ ഭേദഗതിയുടെ പേരിൽ ഇന്ത്യയിൽ കലാപമിളക്കാൻ മാധ്യമപ്രവർത്തകർക്ക് 1 ലക്ഷം രൂപ ഫെലോഷിപ്പ്. പാക് ചാരസംഘടനയുമായി ബന്ധമുള്ള മാധ്യമപ്രവർത്തകൻ ഫർഹാൻ അമീൻ എഡിറ്ററായ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവാണ് ഫെലോഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചത്. ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടുകൾക്ക് എന്ന മറവിലാണ് 1 ലക്ഷം രൂപയുടെ ഫെലോഷിപ്പ് നൽകുക. 2019 ആരംഭിച്ച ആദ്യ റൗണ്ട് ഫെലോഷിപ്പിൽ 100 മാധ്യമപ്രവർത്തകർക്ക് 1 ലക്ഷം രൂപ വീതം ഫെലോഷിപ്പ് നൽകിയിരുന്നു. കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ജോലി ചെയ്യുന്നവരും പണം കൈപ്പറ്റിയവരിലുണ്ട്. രണ്ടാം മോദി സർക്കാരിന് താറടിക്കുന്ന വാർത്തകളാണ് ഫെലോഷിപ്പിന് തെരഞ്ഞെടുത്തത്. PFI തീവ്രവാദി സിദ്ദിഖ് കാപ്പന് വേണ്ടിയുള്ള പ്രചാരണത്തിലും റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് സജീവമായി രംഗത്തുണ്ടായിരുന്നു. മൂന്നാം മോദി സർക്കാർ വന്നതോടെ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് രണ്ടാം റൗണ്ട് ഫെലോഷിപ്പുകൾ പ്രഖ്യാപിച്ചത്. ബംഗ്ലാദേശ് കലാപമിളക്കുന്നതിൽ പാക് ചാരസംഘടനയുടെ അച്ചാരം പറ്റുന്ന ബംഗ്ലാദേശ് ന്യൂസ് പോർട്ടലുകൾ നിർണായക പങ്ക് വഹിച്ചിരുന്നു. ബംഗ്ലാദേശിലെ കലാപ പദ്ധതി വിജയിച്ചതിന്റെ ആവേശത്തിലാണ് ഇന്ത്യയിൽ ഊർജിത ശ്രമം നടത്തുന്നത്. കേന്ദ്ര സർക്കാരിനും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കുമെതിരെ വ്യാജ വാർത്തകളിലൂടെ ഭരണവിരുദ്ധ വികാരം സൃഷ്ടിച്ച് കലാപാന്തരീക്ഷം ഒരുക്കുകയാണ് ലക്ഷ്യം. വഖഫ് ഭേദഗതി ബിൽ ഇന്ന് മോദി സർക്കാർ കൊണ്ടുവരുമെന്നാണ് സൂചന. വഖഫ് നിയമം ഭേദഗതി ചെയ്യുന്നതിനു മുമ്പ് സർക്കാർ വിവിധ മുസ്ലിം സംഘടനകളുമായും വഖഫ് ബോർഡ് അംഗങ്ങളുമായും ചർച്ച നടത്തിയിരുന്നുവെന്നാണ് റിപ്പോർട്ട്. PTI റിപ്പോർട്ട് പ്രകാരം സർക്കാർ ആദ്യം ലോക്സഭയിൽ വഖഫ് ബിൽ അവതരിപ്പിക്കും. ഇത് സംബന്ധിച്ച ചർച്ചയ്ക്ക് ശേഷം രാജ്യസഭയിൽ അവതരിപ്പിക്കും. എന്നാൽ ഈ ബിൽ ആദ്യം സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. വഖഫ് ബിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് അയച്ചാൽ ഈ സമ്മേളനത്തിൽ ബിൽ പാസാക്കാനുള്ള സാധ്യത നഷ്ടപ്പെടും. 2010 വഖഫ് നിയമം അവസാനമായി ഭേദഗതി ചെയ്തത്. ഈ ഭേദഗതിയിലൂടെയാണ് വഖഫ് ബോർഡ് ചെയർമാനെ നീക്കം ചെയ്യാനുള്ള നടപടി ആരംഭിച്ചത്. വഖഫ് നിയമത്തിന്റെ മറവിൽ രാജ്യത്ത് ലാൻഡ് ജിഹാദ് നടക്കുന്നുണ്ടെന്ന ആരോപണമുണ്ട്. ഇതിന് പിന്നാലെയാണ് വഖഫ് ബിൽ കൊണ്ടുവരുന്നത്. ബിൽ അവതരിപ്പിക്കുന്നതോടെ വഖഫ് ബോർഡിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിക്കും. വഖഫ് ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് നടന്ന ചർച്ചകൾ പ്രകാരം ബില്ലിൽ 40ഓളം മാറ്റങ്ങൾ സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ നിർദ്ദേശങ്ങളിലൂടെ വഖഫ് നിയമത്തിലെ 9, 14 വകുപ്പുകളിൽ ഭേദഗതിക്ക് സാധ്യതയുണ്ട്. പാർലമെന്റിൽ നിന്നുള്ള ഭേദഗതിക്ക് ശേഷം വഖഫിന്റെ ഘടനയും അധികാര രീതികളും മാറും. ചട്ടങ്ങളിൽ മാറ്റം വരുത്തിയ ശേഷം വഖഫിന്റെ ഉന്നതാധികാര സമിതിയിൽ സ്ത്രീകളെ ഉൾപ്പെടുത്തുന്നത് നിർബന്ധമാക്കും. കൂടാതെ ഏതെങ്കിലും ഭൂമി വഖഫ് ഭൂമിയായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അത് ബോർഡ് പരിശോധിക്കേണ്ടതുണ്ട്. നിലവിൽ 30 വഖഫ് ബോർഡുകളാണ് രാജ്യത്ത് പ്രവർത്തിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.